ഹായ് ഫ്രണ്ട്സ്, കേന്ദ്ര സർക്കാരിലെ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ വളരെ പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണെന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് ബ്യൂറോയിലെ 1ാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഓഫീസർ പോസ്റ്റിലേക്കാണ്. അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ എന്നാണ് പോസ്റ്റിൻ്റെ പേര്. ലെവൽ 7-നാണ് ഇത് ജോലി തുടങ്ങുന്നത്. ലെവൽ 7 എന്ന് പറഞ്ഞാൽ മറ്റ് അലവൻസുകളെല്ലാം കൂടെ കൂടി ഏതാണ്ട് 90,000 രൂപയ്ക്ക് അപ്പുറത്ത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് ടോട്ടൽ ഉണ്ടാവും. 3,700-ലധികം വേക്കൻസി ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തിലും വേക്കൻസി ഈ പോസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. 27 വയസ്സിൽ താഴെയുള്ള ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. ഇതിന് സാധാരണ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ വരുന്നത് പോലെയുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും ആ റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. 3 ടയർ ഓഫ് ലെവലിലാണ് സെലക്ഷൻ നടക്കുന്നത്. Tier 1 ഉണ്ട്, Tier 2 ഉണ്ട്, Tier 3 ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ അടുത്ത ഭാഗത്ത് പറഞ്ഞുകൊള്ളാം. 2ാമത്തെ വേക്കൻസി വന്നിരിക്കുന്നത് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ്. ഏതാണ്ട് 5,000-ഓളം വേക്കൻസിയാണ് ആകെ വന്നിരിക്കുന്നത്. ഓരോ സംസ്ഥാനവും തിരിച്ചാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, അതാത് സംസ്ഥാനത്ത് പോസ്റ്റിംഗ് നടക്കുന്നത് കൊണ്ട് നിങ്ങൾ ഏത് സംസ്ഥാനം ഓപ്റ്റ് ചെയ്യുന്നോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അതായത് കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിയണം. അതിൻ്റെ ഒരു ടെസ്റ്റ് നടക്കും. ഡൽഹിയിലാണെങ്കിൽ ഹിന്ദിയോ പഞ്ചാബിയോ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയണം. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡീറ്റെയിൽഡ് വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെയും നോട്ടിഫിക്കേഷൻ്റെയും നിങ്ങൾക്ക് എത്തേണ്ടതായ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ പ്രായപരിധിയും 27 വയസ്സിൽ താഴെയാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളവർക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കും ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഓഫീസർ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി അസിസ്റ്റൻ്റായിട്ട് ജോലിയിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണ ശമ്പളത്തിനോടൊപ്പം നിങ്ങൾക്കൊരു 20% നിങ്ങൾക്ക് റിസ്ക് അലവൻസ് കൂടെ വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് നിങ്ങളുടെ തുടക്ക ശമ്പളം തന്നെ 50,000 രൂപയാകും 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക്. ഞാനത് പ്രത്യേകിച്ച് പറയുവാൻ കാരണം നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ വളരെ ജോലി ഇല്ലാതിരിക്കുകയോ വളരെ താഴ്ന്ന റേറ്റിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്നവർക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ലെവലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ആദ്യത്തേത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഈ 2 പോസ്റ്റുകൾക്കും സിലബസ് ഒന്നുപോലെയാണ്. അതായത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, ജനറൽ അവയർനെസ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, ന്യൂമറിക്കൽ എബിലിറ്റി അതായത് മാത്തമാറ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, റീസണിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഇംഗ്ലീഷിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും. അങ്ങനെ 5 മേഖലയിൽ നിന്നും 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഓഫീസർ ഗ്രേഡിൽ വരുന്നവരുടെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നാച്ചുറലി ടഫായിരിക്കുമല്ലോ. 10ാം ക്ലാസ് മാത്രം ബേസിക് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളവരുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിൽ താഴെയുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിലബസ് ഒന്നാണെങ്കിലും നിങ്ങൾ പഠിച്ച പോർഷനിൽ നിങ്ങളൊന്ന് വളരെ സ്ട്രോങ് ആക്കിയാൽ മാത്രം അത് നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ. ഓഫീസർ പോസ്റ്റിൽ വരുന്നവരുടെ 2nd ഇയർ ഓഫ് എക്സാമിനേഷനിൽ വരുന്നത് ഒരു ഇംഗ്ലീഷ് എസ്സേ എഴുതുന്ന ഒരു പോർഷനാണ് വരുന്നത്. അതിന് ഒരു 100 മാർക്കുണ്ട്. അതിന് ക്വാളിഫയിങ് നേച്ചർ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 3rd tier എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ 3 ലെവൽ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റും ഒക്കെ കുറേ പോലീസ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോ ആയതുകൊണ്ട് തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് അവരുടേതായ സെലക്ഷൻ പ്രൊസീജിയറിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റും പോലീസ് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അതൊക്കെ നമ്മളുടെ സൈഡിൽ നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യമല്ലല്ലോ. അസിസ്റ്റൻ്റ് അതായത് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് വരുന്നവരുടെ 2nd ഇയർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് തന്നിട്ട് അത് ഇംഗ്ലീഷിൽ നിന്നും നിങ്ങളുടെ ഓപ്ഷൻ മലയാളമാണെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഒപ്പം മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കും, അത് പ്രാദേശിക ഭാഷയിലേക്ക് നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടാവണം. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ട്രാൻസ്ലേഷൻ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ സാധാരണ ലെവലിലുള്ള ട്രാൻസ്ലേഷൻ കൊടുത്താൽ മാത്രം മതി. അതും ക്വാളിഫയിങ് ടെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ മറ്റ് Tier 1-ൽ നടന്ന ഗ്രേഡിങ്ങിൻ്റെയും ഇൻ്റർവ്യൂവിലെ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും സെലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് Tier 2 എക്സാമിനേഷൻ അധികം ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ
ഓഫീസർ ലെവലിലേക്കാണെങ്കിലും സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങൾക്കറിയാം ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് എപ്പോഴും വളരെ നെയിമും ഫെയിമും ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 10 എല്ലാ കൂട്ടുകാരും അതിനു മുമ്പ് അപേക്ഷിക്കുക. നമ്മളുടെ പരിചയത്തിലുള്ള ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിർബന്ധമായും ഈ വീഡിയോ എത്തിക്കുക. അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലുള്ള വേക്കൻസിയുള്ള വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.